ചാപ്റ്റർ 1 ഓസിലേഷൻസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വേരിയസ് ടൈപ്പ് ഓഫ് മോഷൻസ് ആണ്. അതിൽ 1 പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്? എനി മോഷൻ വിച്ച് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് ഇൻ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരു പ്രത്യേക ടൈം പീരീഡിൽ ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ദാറ്റ് മീൻസ് എ മോഷൻ വിച്ച് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾ: സ്വിങ്ങിങ് ഓഫ് പെൻഡുലം ഓഫ് എ വാൾ ക്ലോക്ക്, ഓസിലേഷൻ ഓഫ് എൽ സി സർക്യൂട്ട്, സ്വിങ്ങിങ് ബെൽ. ഇതെല്ലാം നിങ്ങൾക്കറിയാം. അവിടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? പീരിയോഡിക് മോഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പീരിയോഡിക് മോഷൻ തന്നെ ടു ആൻഡ് ഫ്രോ, മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പീരിയോഡിക് മോഷൻ ടു ആൻഡ് ഫ്രോ മോഷനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓസിലേഷൻസ് ഓർ വൈബ്രേഷൻ. അപ്പോൾ ദ ടു ആൻഡ് ഫ്രോ പീരിയോഡിക് മോഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഓസിലേഷൻ എന്നോ വൈബ്രേഷൻ എന്നോ ഒക്കെ ചോദിച്ചാൽ നമ്മൾ പറയണം ദ ടു ആൻഡ് ഫ്രോ പീരിയോഡിക് മോഷൻ ഈസ് കോൾഡ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേഷൻ ആൻഡ് വൈബ്രേഷൻ? അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊരു സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്തു എന്നേ പറയുള്ളൂ? സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു എന്നേ പറയുള്ളൂ. എന്നാൽ ഒരു ഗിത്താറിൻ്റെ സ്ട്രിങ് എന്ത് ചെയ്യുന്നു എന്ന് പറയും? വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഓസിലേഷനും വൈബ്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ടു ആൻഡ് ഫ്രോ മോഷൻ തന്നെയാണ്, ബട്ട് ദെയർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേഷൻ ആൻഡ് വൈബ്രേഷൻ. അപ്പോൾ എന്താണ് ഓസിലേഷൻ എന്നുള്ളത് നോക്കിക്കേ. എ മോഷൻ ഇൻ വിച്ച് ദ ബോഡി ആസ് എ ഹോൾ മൂവ് ടു ആൻഡ് ഫ്രോ, ഇറ്റ് ഈസ് കോൾഡ് ഓസിലേഷൻ. ഒരു ബോഡി മൊത്തത്തിലാണ് ടു ആൻഡ് ഫ്രോ മോഷനിലെങ്കിൽ അതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം. ഇതൊക്കെ എക്സാമ്പിളാണ്. ഒരു സിമ്പിൾ പെൻഡുലമൊക്കെ ബോഡി മൊത്തത്തിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ മോഷനിൽ. എന്നാൽ വൈബ്രേഷൻ്റെ കേസ് എടുത്താൽ ദ മോഷൻ ഇൻ വിച്ച് സർട്ടൈൻ പാർട്സ് ഓഫ് എ ബോഡി മൂവ് ടു ആൻഡ് ഫ്രോ, ഇറ്റ് ഈസ് കോൾഡ് വൈബ്രേഷൻ. എക്സാമ്പിൾ: പ്ലഗ്ഡ് ഗിത്താർ സ്ട്രിങ്. അതായത് ഇൻ ദ കേസ് ഓഫ് വൈബ്രേഷൻ സർട്ടൈൻ പാർട്സ് ഓഫ് എ ബോഡി മൂവ് ടു ആൻഡ് ഫ്രോ. അതായത് വൈബ്രേഷൻ്റെ കേസിൽ ഒരു ചെറിയ പാർട്സ് മാത്രമേ ടു ആൻഡ് ഫ്രോ മോഷനിൽ വരണുള്ളൂ. ഓസിലേഷൻ്റെ കേസിൽ ബോഡി ആസ് എ ഹോൾ മൂവ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേഷൻ ആൻഡ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ, ഇൻ ദ കേസ് ഓഫ് ഓസിലേഷൻ body as a whole move to and fro, but in the case of vibration certain parts of a body move to and fro. Simple pendulum movement എന്ന് പറയുന്നത് motion of a simple pendulum is an example for oscillation. Plucked guitar string is an example for vibration. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രീ ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് കൂടുതലായിട്ടും വൈബ്രേഷനെ പറ്റി പഠിക്കാനായിട്ടില്ല. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഓസിലേഷനെ പറ്റിയാണ്. ഫസ്റ്റ് ഹെഡിങ് ഫ്രീ ഓസിലേഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ. ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബോഡി അണ്ടർ ഇറ്റ്സ് ഓൺ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രീ ഓസിലേഷൻ. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ ആയാൽ തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കുന്നു, ഒന്ന് മൂവ് ചെയ്യിച്ചിട്ട് നമ്മൾ അതിനെ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനകത്തൊരു ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് അതിനത് സാധിക്കുന്നത്. അതിനെ ആ ഓസിലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ്. എന്തെന്ന് പറയും? റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്നതാണ് ഫ്രീ ഓസിലേഷൻ. അതായത് ഓസിലേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ബോഡി അണ്ടർ ഇറ്റ്സ് ഓൺ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രീ ഓസിലേഷൻ. അതതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാത്രം സഹായത്തോടു കൂടിയാണ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണമെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ ഓസിലേഷൻ. ബാക്കി നോക്കിക്കേ. ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് എ ബോഡി ഓസിലേറ്റ് ഫ്രീലി ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി. അങ്ങനെ അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നാച്ചുറലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ നമ്പർ ഓഫ് ഓസിലേഷൻസ്, അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് എ ബോഡി ഓസിലേറ്റ് ഫ്രീലി, അങ്ങനെയുള്ള അതിൻ്റെ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി.
ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഒമേഗ. ഒമേഗ എന്ന് പറയുന്ന ലെറ്ററിലാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇനേർഷ്യ ഓഫ് ദി ബോഡി. ആ ഒമേഗയുടെ വാല്യൂ ആ ബോഡിയുടെ ഇലാസ്റ്റിസിറ്റിയെയും ഇനേർഷ്യയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ മാറുന്നത് ആ ബോഡി മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഒമേഗയുടെ വാല്യൂ മാറുന്നു. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഫ്രീ ഓസിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയണം, ഓസിലേഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബോഡി അണ്ടർ ഇറ്റ്സ് ഓൺ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് അതിലുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ മാത്രം സഹായത്തോടെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ ഓസിലേഷൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഓസിലേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഒമേഗ. ഒമേഗയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കുക റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇനേർഷ്യ ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമുക്ക് ഓസിലേഷനെ പറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത്. ഓസിലേഷൻ മെയിനായിട്ടും 3 ടൈപ്പാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഈ 3 ഓസിലേഷനാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. 1 സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ, 2 ഡാംഡ് ഹാർമോണിക് മോഷൻ, 3 ഫോഴ്സ്ഡ് ഹാർമോണിക് മോഷൻ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ആർ ദ ഓസിലേഷൻ. ആ ഓസിലേഷൻ കാണിക്കുന്ന ആ സിസ്റ്റത്തിന് പറയാം ഓസിലേറ്റർ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ആർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ആൻഡ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് നോക്കിക്കേ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് ഫ്രീ ഓസിലേഷൻ, അത് തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പറയാനായിട്ടുള്ളത്. ഇൻ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ഓസിലേഷൻസ് ആർ ഗവേൺഡ് ബൈ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺലി. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വേറെ ഒരു ഫോഴ്സും ഇല്ല, ആ ഓസിലേറ്ററിൻ്റെ തന്നെ ഫോഴ്സായ റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേഷൻസ് ആർ ഗവേൺഡ് ബൈ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺലി. സച്ച് ഓസിലേഷൻസ് ആർ കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എക്സാമ്പിൾ ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞേ, വാട്ട് ഈസ് മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓസിലേഷൻസ് ആർ ഗവേൺഡ് ബൈ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺലി. റീസ്റ്റോറിംഗ് ഫോഴ്സ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അടുത്ത് നമ്മൾ പറയാനുള്ള ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ പറഞ്ഞു അതിനകത്ത് അതിനെ ഓസിലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ഇതാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പെൻഡുലം നമ്മൾ എടുക്കുന്നു. ആ പെൻഡുലത്തിനെ ഞാൻ വളരെ കുറച്ച് ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അത് കുറച്ച് ഓസിലേഷനെ കംപ്ലീറ്റ് ചെയ്യും. അതായത് കുറഞ്ഞ ഓസിലേഷനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോഴ്സ് കുറവാണ്. കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ കുറച്ചും കൂടെ ഓസിലേഷൻ കൂടും, അപ്പോൾ ഫോഴ്സ് കൂടും. കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കൂട്ടുവാണെങ്കിൽ കുറേ എൻഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത്രയും ഓസിലേഷൻ അത് കൂടുകയാണ്. അപ്പോൾ ഓസിലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിന് കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടുകയാണ്. അപ്പോൾ അത് എന്ത് പ്രൊപ്പോർഷണാലിറ്റി? ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു, അതിൻ്റെ ഫലമായിട്ട് ഓസിലേഷൻ കൂടുന്നുണ്ട്. ഓസിലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നു, റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടുന്നു. ദാറ്റ് മീൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതാണ് നമ്മൾ പറഞ്ഞ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഞാനൊരു പെൻഡുലത്തിനെ റൈറ്റ് സൈഡിലോട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഫോഴ്സും കൊണ്ട് അത് എങ്ങോട്ടാണ് പോകണത്? തിരിച്ചും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകണം. ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നതെങ്കിൽ അത് അതിൻ്റെ ഡിസ്റ്റൻസ് ലെഫ്റ്റിലോട്ടാണ് കൂട്ടുന്നതെങ്കിൽ അത് പോകുന്നത് റൈറ്റിലോട്ട്. അതായത് അത് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് directly proportional to displacement and it is in the opposite direction. ഓക്കെ, അത് ഇക്വേഷൻ പോലെ എഴുതുന്നതൊക്കെ ശ്രദ്ധിച്ചേ. റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് പറയുന്നു. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് മേളിലിടുന്നു. എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ,
പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ് ആണ്, വെയർ സി ഇസ് ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഇക്വേഷൻ നമ്പർ 1. എക്സ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റൻറ്റ് സി കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അടുത്ത ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കേ. എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ ന്യൂട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എഫ് ഇസ് ഈക്വൽ ടു മാസിന് പകരം എം എന്ന് എഴുതുന്നു. ആക്സിലറേഷനെ d²x/dt² എന്ന് എഴുതണ്ടേ. അത് നിങ്ങൾക്ക് അറിയാം, +2 പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ വെലോസിറ്റി dx/dt ആണ്. ആക്സിലറേഷനോ d²x/dt². അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2. രണ്ടും ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ഒരെണ്ണം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ്, ഒന്ന് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു d²x/dt². രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എം ഇൻറ്റു d²x/dt² ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ്. എമ്മിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. d²x/dt² ഇസ് ഈക്വൽ ടു മൈനസ് c/mx. c/mന് പകരം ഒരു വാല്യൂ കൊടുക്കുന്നു ω². അങ്ങ് റൈറ്റ് സൈഡ് എൻഡിൽ നോക്കിക്കേ. c/m ഇസ് ഈക്വൽ ടു ω². അതിനെ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി ω നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. c/mന് പകരം ω². അങ്ങനെ നോക്കിക്കേ, മൈനസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് പ്ലസ് ഇട്ട് എഴുതിയേക്കുവാണ്. ആ ബോക്സിലുള്ള ഇക്വേഷൻ നോക്കിക്കേ. d²x/dt² പ്ലസ് ω² x is equal to 0. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ബോക്സിൽ എഴുതിയേക്കുന്ന ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദാറ്റ് ഈസ് d²x/dt² പ്ലസ് ω² x is equal to 0. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിയുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, പക്ഷേ എഴുതുമ്പം തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും പറയണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കഴിയുമ്പോൾ തന്നെ അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നൊരു ഹെഡിങ് എഴുതിയിട്ട് ദാ ഈ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സെൻറ്റൻസ് നമ്മൾ പറഞ്ഞില്ലേ, അത് മുതൽ അങ്ങോട്ട് കാണാതെ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കാണാതെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു റഫ് പേപ്പർ എടുത്തിട്ട് എഴുതി തന്നെ നോക്കണം, ഇവിടെ മടി വിചാരിക്കരുത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ റീസ്റ്റോറിങ് ഫോഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെ എങ്ങനെ എഴുതാം? എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ കൊടുക്കണം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ്, വെയർ സി ഈസ് ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അതിന് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസിന് പകരം എം കൊടുക്കുക, ആക്സിലറേഷന് പകരം d²x/dt². അത് ഇക്വേഷൻ നമ്പർ 2. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എം ഇൻറ്റു d²x/dt² ഇസ് ഈക്വൽ ടു മൈനസ് സി എക്സ്. എമ്മിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ഇട്ടു, c/m ആകും. c/mന് പകരം ω². ലാസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? d²x/dt² പ്ലസ് ω² x is equal to 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതിനെന്തോ ഉണ്ട്? സൊല്യൂഷനുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണം. പക്ഷേ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനൊന്നും സിലബസിൽ പറയുന്നില്ല. നിങ്ങൾ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചിരുന്നാൽ മാത്രം മതി. നോക്കിക്കേ, സൊല്യൂഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. its displacement is given by x is equal to a sin ωt plus phi. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. സൈനിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. എ സൈൻ ω t പ്ലസ് ഫൈ, വെയർ എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ω t പ്ലസ് ഫൈ ഈസ് കോൾഡ് ഫേസ്, ഫൈ ഈസ് കോൾഡ് ഇനിഷ്യൽ ഫേസ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. അടുത്ത ഹെഡിങ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ആ ഡാംഡ് ഹാർമോണിക്കും ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്ന് നോക്കിക്കേ. ഇൻ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഓസിലേഷൻസ് ഗ്രാജുവലി decreases to 0 and finally it comes to rest. Amplitude decreases exponentially with time. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മൾ പറഞ്ഞു ആ ഓസിലേറ്റർ റീസ്റ്റോറിങ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല.
നമുക്കറിയാം ഒരു പെൻഡിൽ ഓസിലേറ്റ് ചെയ്താൽ കുറേ സമയം കഴിയുമ്പോൾ അത് റെസ്റ്റിൽ എത്തിച്ചേരും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലാബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പെൻഡുലം എന്ന് പറയുന്നത് നമ്മൾ ഓസിലേറ്റ് ചെയ്യണ സമയത്ത് അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറേ കഴിഞ്ഞ് അതങ്ങ് റെസ്റ്റിൽ എത്തിച്ചേരും. അപ്പോൾ ഇതാണ് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇൻ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ഓസിലേഷൻ ഗ്രാജുവലി ഡിക്രീസസ് ഡ്യൂ ടു എയർ റെസിസ്റ്റൻസ്. എയറിൻ്റെ റെസിസ്റ്റൻസ് മൂലം ഓസിലേഷൻ ഡിക്രീസ് ചെയ്യുന്നു. അതായത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് അത് ഫൈനലി അത് റെസ്റ്റിൽ എത്തിച്ചേരുന്നു. ആ അവസ്ഥയാണ് എന്ത്? ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഓസിലേഷൻ കുറയുന്നു, അത് ഫൈനലി സീറോയിൽ എത്തിച്ചേരുന്നു. ഓസിലേഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നുണ്ട്, കുറഞ്ഞ് അത് സീറോയിലെത്തുന്നു. ദെൻ ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഓസിലേഷൻ പഴയപടിയാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ദ ഓസിലേഷൻ കണ്ടിന്യൂ വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ്. പിന്നീട് അത് ഓസിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ദെൻ ഇത് നോക്കിക്കേ, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫിഗറാണ് കാണിച്ചേക്കണേ. കുറച്ച് ടേംസ് ഞാൻ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സിമ്പിൾ ഹാർമോണിക് സിമ്പിൾ പെൻഡുലം. ഇതൊരു പെൻഡുലം, ഇത് അതിൻ്റെ മീൻ പൊസിഷനാണ്. ഓക്കെ, ഇതതിൻ്റെ മീൻ പൊസിഷനാണ്. അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ, അവിടെ എക്സ് ഇസ് ഈക്വൽ ടു എ, ഇവിടെയും എക്സ്ട്രീം. ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു പെൻഡുലത്തിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്, അവിടെ അതിന് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിനെ ഞാൻ ഇങ്ങോട്ട് നീക്കുകയാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി പോകുന്നു. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെ എത്തുമ്പോൾ എന്ത് വരും? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. ആ മീൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ആ മാക്സിമം ലെങ്തിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആദ്യം എഴുതിയേക്കുന്നത് നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ് എ, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കണ്ടല്ലോ, അവിടെ മുതൽ ആ അങ്ങേ അറ്റം എൻഡ് വരെയുള്ള ആ ലെങ്തിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ. അപ്പോൾ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓസിലേഷനാണ് ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. പിന്നീടൊന്നും നമുക്ക് അത്രയും എ വരില്ല, കുറഞ്ഞു വരത്തേ ഉള്ളൂ. ഏതിൻ്റെ കേസിൽ? ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഈ എയുടെ വാല്യൂ ആദ്യത്തെ ഒരു ഓസിലേഷനിലും മാക്സിമം കാണും, അടുത്ത വരുമ്പോൾ എയും കള്ളും കുറച്ചുകൂടി കുറയും. അങ്ങനെ എയുടെ വാല്യൂ ഫൈനലി ഫസ്റ്റ് ഓസിലേഷൻ വരുമ്പോൾ ഇത് ഇവിടുന്ന് ഇവിടെ വരെ വരും. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്തിനെയാണ് എ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോൾ 2a ആണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്താണ് എ. അപ്പോൾ ആദ്യത്തെ ഒരു ഓസിലേഷൻ ഇതിങ്ങനെയൊക്കെ ഓസിലേറ്റ് ചെയ്യും, പിന്നീട് കുറഞ്ഞു ഫൈനലി ഇത് റെസ്റ്റിൽ എത്തിച്ചേരും. ഇതാണ് ഡാംഡ്. അപ്പോൾ എ ഡിക്രീസ് ചെയ്യും ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ. എന്നാൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ അങ്ങനല്ല, അതിൻ്റെ റീസ്റ്റോറിങ് ഫോഴ്സ് ഉപയോഗിച്ച് അത് ഇവിടുന്ന് ഇവിടെത്തും, വീണ്ടും ഇവിടെത്തും. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഓസിലേറ്റ് ചെയ്യും എന്നാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പറയുന്നത്. എപ്പോഴും അത് ഓസിലേഷൻ ഒരേപോലെ ആയിരിക്കും, അവിടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, എപ്പോഴും ഈ ലെങ്ത് തന്നെ കിട്ടും. അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അടുത്ത ടൈം പീരീഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ ഈസ് കോൾഡ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടി. ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന ടൈം, ഇവിടെ ഇരിക്കുന്ന പെൻഡുലം ഇവിടെ പോയിട്ട് ഇവിടെ വരുന്നു, അതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന ടൈമാണ് എന്ത്? ടൈം പീരീഡ്, ക്യാപിറ്റൽ ടി. The time taken to complete one oscillation is called time period. It is denoted by t. Then frequency. Number of cycles passing through a point in 1 second is called frequency. It is denoted by f or nu. F in equation 1/t. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി? ഇവിടെ ഇരിക്കുന്ന പെൻഡുലം ഇവിടെ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഒരു ഓസിലേഷൻ, അടുത്ത വീണ്ടും ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഓസിലേഷൻ. അങ്ങനെ ഒരു സെക്കൻഡിൽ അത് എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, ആ 1 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. 1 സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഓസിലേഷൻ്റെ നമ്പറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. എഫിൻ്റെ ഇക്വേഷൻ 1/t ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓക്കെ, താങ്ക് യു.